ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലാണല്ലോ ലൈഫ് എൻജോയ് ചെയ്യുന്നത്. ചിലരെ സംബന്ധിച്ച് ഇത് നന്നായിട്ട് ആസ്വദിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അതിനുവേണ്ടി അവരൊരു സ്പേസ് കണ്ടെത്തുന്നുമുണ്ട്. ചിലരെ സംബന്ധിച്ച് ലൈംഗികതയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. എന്നുവെച്ചാൽ മറ്റെല്ലാ ഊർജ്ജത്തെക്കാട്ടിലും അവർക്ക് പ്രധാനം ചില സമയത്ത് ഈ ഊർജ്ജമാണ്. അപ്പോൾ കൂടുതൽ സമയം എങ്ങനെ ഈ ഒരു എനർജി ലെവലിൽ നമുക്കിരിക്കാൻ പറ്റും, ഈ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അയക്കാവുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിൽ അവരവരുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചായിരിക്കുമല്ലോ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ പങ്കാളികളെ സംബന്ധിച്ച് അവർക്ക് ഏത് രീതിയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്യാം. അതല്ല സ്വയമാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഏത് രീതിയാണെങ്കിലും സ്ഖലനം വരുന്നതിന് ഒരു 10 സെക്കൻഡ് മുമ്പേ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. എന്നുവെച്ചാൽ പുരുഷനെ സംബന്ധിച്ച് കൺട്രോൾ ചെയ്യാവുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് വേണം ഇത് സ്റ്റോപ്പ് ചെയ്യാൻ. ഇനി നമ്മൾ ബോധപൂർവം സൃഷ്ടിക്കുന്ന ഒരു 10-15 മിനിറ്റത്തെ ഇടവേളയാണ്. അപ്പോൾ ഈ ഇടവേളയിൽ നമുക്ക് ചില കാര്യങ്ങൾ കാണാം, കേൾക്കാം, സംസാരിക്കാം. അത് മാത്രമേ ആകാവൂ. അതുപോലെ തന്നെ നമുക്ക് നല്ല സമയമുള്ളപ്പം മാത്രം ഈ ഒരു രീതി ചെയ്താൽ മതി. എന്നുവെച്ചാൽ നമ്മൾ ചില ദിവസം ഫ്രീ ആയിട്ട് നിൽക്കുമ്പോഴേ ചില ഭക്ഷണമൊക്കെ ഇങ്ങനെ കുറച്ച് നിൽക്കത്തില്ലേ. എന്നുവെച്ചാൽ ഒറ്റയടിക്ക് നമ്മൾ ഭക്ഷണം കൂടുതൽ കഴിക്കാത്ത അവസ്ഥയുണ്ടല്ലോ, ആ ഒരു രീതി. അപ്പോൾ ഒരു ചെറിയ വിശപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണും, അതനുസരിച്ച് ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ഈ ഒരു കാര്യം മനസ്സിന് കുറച്ച് നിയന്ത്രണമുള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ ഒറ്റയടിക്ക് തന്നെ എല്ലാം ചെയ്ത് തീർക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് പറ്റുന്ന പരിപാടിയല്ല. ഇപ്പോൾ പങ്കാളി ഉള്ളവരെ സംബന്ധിച്ച് അവർ 2 പേരും കൂടെ വേണം ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ. എന്നുവെച്ചാൽ ഒരാൾ പ്രാധാന്യം കൊടുക്കുന്ന കാര്യത്തിനായിരിക്കത്തില്ല മറ്റൊരാൾ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ മനസ്സ് അവിടെ ഫോക്കസ് ചെയ്യും. അപ്പോൾ പങ്കാളിയായിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ അവിടെ 2 പേരുടെയും സമയം, മൂഡ്, അതുപോലെ തന്നെ മനസ്സ്, ഇതൊക്കെ പ്രധാനമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. കാരണം പുരുഷനെ സംബന്ധിച്ച് പുറത്തു പോകാത്തിടത്തോളം സമയം ഈ എനർജി ലെവലായിരിക്കും കൂടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എനർജി ലെവൽ കുറച്ച് സമയം കഴിഞ്ഞായാലും യൂസ് ചെയ്യാം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും ഇത് വരാറാകുന്നതിന് മുൻപേ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒരേ സമയത്ത് തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യുകയും റീസ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൂഡിൽ നമുക്ക് കൂടുതൽ സമയം ഇരിക്കാൻ പറ്റും. തന്നെയല്ല നമ്മുടെ ഫിസിക്കൽ ബോഡിയും മെൻ്റൽ ബോഡിയൊക്കെ ഈ ഒരു എനർജി ലെവൽ കൊണ്ട് കൂടുതലും ആക്റ്റീവ് ആകും. അതുപോലെ സ്ത്രീ പങ്കാളിക്ക് കൂടുതലും സംതൃപ്തി കിട്ടാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന ഇടവേളയുണ്ടല്ലോ, ഈ ഇടവേളയിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ പുറമേയുള്ള കലാപരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഒരു കാര്യത്തിന് ഏറ്റവും അധികം വേണ്ടത് സമയമാണ്, പിന്നെ സാഹചര്യം. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ പുരുഷനെ സംബന്ധിച്ച് ഈ ഒരു എനർജി ലെവൽ കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആരുടെ സാന്നിധ്യമാണോ ഉള്ളത് അവരോടൊരു അടുപ്പം തോന്നും. തന്നെയല്ല നമ്മുടെ മനസ്സിൽ നിന്ന് പലതരത്തിലുള്ള അനാവശ്യമായ ചിന്തകൾ, ഉത്കണ്ഠകൾ, ടെൻഷനുകളൊക്കെ മാറിപ്പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇത് സമയവും സാഹചര്യവും ഉള്ളപ്പം പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ തനിയെ ചെയ്യുന്ന സമയത്തും ഈ ഒരു മെത്തേഡ് നോക്കാവുന്നതാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.